ഞാനപ്പോൾ ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്തുനിന്ന് വീണ്ടും തുടങ്ങുവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ വീട്ടിൽ സർപ്രൈസായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ ഫസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ കാനഡയിൽ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കാനഡയിൽ. എനിക്ക് കാനഡയിൽ വന്നതിൽ എന്തെങ്കിലും ഒരു നന്നായി തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളിൽ എൻ്റെ ഈ ഫ്രണ്ട് ഷബാന. ഇവർ ശരിക്കും നമ്മുടെ ഒരു ഫാമിലി പോലെയാണ് കേട്ടോ. ഇവിടെ ഒരു ഫ്രണ്ട് എന്നതിനേക്കാൾ കൂടുതൽ നമുക്കിപ്പോൾ ഒരു ഫാമിലി പോലെയാണ് ഷബുവും ഷബുവിൻ്റെ ഫാമിലിയും, തൗഫിക്കും അതേപോലെ തന്നെ അവരുടെ മോൻ ഇമാൻ കുട്ടിനെ ഞങ്ങൾ വിളിക്കുന്നത് ഷിട്ടു എന്നാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഇതേ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ കേക്ക് കട്ട് ചെയ്യുവാണ്. കാര്യം അവർക്ക് ഇവിടെ വന്നതിന് ശേഷം പെട്ടെന്ന് വേറെ കാര്യങ്ങളൊക്കെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം വേഗം വന്ന് നമ്മൾ കേക്ക് കട്ട് ചെയ്തതിന് ശേഷം ഇവർ പോവായിരുന്നു കേട്ടോ. ഞാൻ ഭയങ്കര താങ്ക്ഫുള്ളാണ് ഇവരെൻ്റെ വീട്ടിൽ വന്നതിനും എൻ്റെ ബർത്ത്ഡേക്ക് കൂടിയതിനും. അതേപോലെ തന്നെ പറയാതിരിക്കാൻ പറ്റാത്ത വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെനിക്ക് കൊണ്ടുവന്ന എനിക്കിഷ്ടപ്പെടുന്ന എൻ്റെ ഫേവറേറ്റായിട്ട് തോന്നുന്ന കുറച്ച് ഗിഫ്റ്റാണ് കേട്ടോ അവനെനിക്ക് കൊണ്ടു തന്നെ. അതെനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കി. കാര്യം അവൾ എൻ്റെ ടേസ്റ്റ് എന്താണെന്നും അതേപോലെ തന്നെ എൻ്റെ ഇഷ്ടം എന്താണെന്നും കണ്ടിട്ടാണ് അവൾ എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നു. അതെനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയൊരു കാര്യമാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഞങ്ങൾ പതിവ് പോലെ കേക്ക് കട്ട് ചെയ്തു. എല്ലാവർക്കും കേക്ക് കൊടുത്തു. എല്ലാവരും എനിക്കും കേക്ക് തന്നു. അതോടെ നമ്മുടെ കേക്ക് കട്ടിങ് സെറമണി ഇവിടെ അവസാനിച്ചു. അതിനുശേഷം ഞങ്ങൾ പുറത്തോട്ട് പോകാമെന്നാണ് കേട്ടോ പ്ലാൻ ചെയ്തത്. പുറത്തോട്ട് പോകാമെന്ന് പ്ലാൻ ചെയ്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഉറക്കം വന്നുകൊണ്ട് ഇന്നലെ പറഞ്ഞ ആ പാതി ഉറക്കം ഇവിടെ ഞങ്ങൾ തീർക്കാൻ കിടന്നു കേട്ടോ. അതിനുശേഷം പിന്നെ ഞങ്ങൾ 6 മണിയായപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങിയത്. എൻ്റെ ഉദ്ദേശം ഹോം ഡിപ്പോയും അതേപോലെ തന്നെ വാൾമാർട്ടുമായിരുന്നു. എനിക്കെൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നത് കുറച്ച് പ്ലാന്റ്സ് ആണ്. കാര്യം നിങ്ങൾക്ക് എൻ്റെ ഫ്രണ്ട് തന്ന ഗിഫ്റ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് ചെടികളോട് ഇത്തിരി ഇഷ്ടം കൂടുതലാണെന്ന്. അപ്പോൾ അത് കാരണം ഞങ്ങൾ വന്നത് കുറച്ച് ചെടി മേടിക്കാനായിരുന്നു. ഞാൻ കുറച്ച് ഫ്ലവർ ഉള്ള ചെടിയാണ് കേട്ടോ മേടിച്ചത്. ഇത് പൂച്ചെടികളാണ് കേട്ടോ ഞാൻ മേടിച്ചത്. എനിക്ക് അങ്ങനത്തെ ചെടികളോട് ഇത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ മേടിച്ചത്. എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചായിരുന്നു എന്ത് ഗിഫ്റ്റാണ് എനിക്ക് വേണ്ടതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട, കുറച്ച് ചെടികളും അതിന് വേണ്ട കുറച്ച് സാധനങ്ങളും മാത്രം മതിയെന്ന് കേട്ടോ. അപ്പോൾ അതൊക്കെ മേടിച്ച് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ വീണ്ടും ഒരു ടേക്ക് അവേ ആയിട്ടാണ് കേട്ടോ വന്നത്. ഞങ്ങളപ്പോഴത്തേക്ക് ഡിന്നറിന് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും അതേപോലെ തന്നെ ഒരു ബീഫ് റോസ്റ്റുമാണ് മേടിച്ചത്. ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ കൊച്ചു സന്തോഷങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സും അതേപോലെ തന്നെ എൻ്റെ ഫാമിലി എനിക്ക് തന്ന കുഞ്ഞ് ഗിഫ്റ്റ്. അപ്പോഴത്തേക്ക് ഞാൻ ഈ അവസരത്തിൽ എൻ്റെ അച്ഛയോടും എൻ്റെ കൂട്ടുകാരത്തിയോടും പെരുത്ത് നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്ത എല്ലാവർക്കും ഞാനിവിടെ താങ്ക് യു പറയുവാണ് കേട്ടോ. അപ്പോൾ വൺസ് അഗൈൻ ബൈ, ടേക്ക് കെയർ.